ഇന്നത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സുകളും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് നാം പ്രാർത്ഥിച്ച് ആരംഭിക്കുവാൻ പോവുകയാണ്. ഒരു കർത്താവിന്റെ ദാസി സിസ്റ്റർ ജ്യോതി പ്രാർത്ഥിച്ച് ആരംഭിച്ചാട്ട്. ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായി സിസ്റ്റർ ജ്യോതി പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായി ഞാൻ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. കർത്താവേ, ഇന്നത്തെ ക്ലാസ് വലിയൊരു അനുഗ്രഹമാക്കി തന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഇതിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ വ്യക്തി ജനങ്ങളെയും കർത്താവെ അങ്ങ് ധാരാളമായി അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവെ, ഞങ്ങളെ കർത്താവേ ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കർത്താവെ പാസ്റ്ററെ കർത്താവെ ധാരാളമായി അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ അപ്പ. കർത്താവെ, ഓരോ വാക്കുകളും കർത്താവെ ഞങ്ങൾക്ക് വ്യക്തമായി കർത്താവെ മനസ്സിലാക്കി തരുന്ന വിധം കർത്താവെ സ്വർഗീയ ജ്ഞാനത്തെ ഞങ്ങളുടെ മേൽ പകർന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും കർത്താവെ കടന്നു വരത്തക്ക വിധം കർത്താവെ അങ്ങ് വഴിയൊരുക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിമിഷം തന്നതിനായി സ്തോത്രം. എന്റെ യേശു ക്രിസ്തു ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. 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 താങ്ക് യു സിസ്റ്റർ ജ്യോതി. കൊല്ലത്ത് നിന്ന് പ്രിയ സഹോദരിയെ ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ്സുകൾ എടുക്കുവാൻ. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീർന്നു. വളരെ ഉത്സാഹത്തോടെ ജോയിൻ ചെയ്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും പുതുതായി ജോയിൻ ചെയ്യുന്നുണ്ട്, അവരെയും പ്രത്യേകം ഞങ്ങൾ ഈ ബൈബിൾ കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സഹകരണം, നിങ്ങളുടെ പഠനം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കട്ടെ. ഇന്ന് രാത്രി ക്ലാസ് എടുക്കുന്നത് കർത്താവിന്റെ ദാസൻ റവറൻഡ് ഡോക്ടർ ജോർജ് വർഗീസ്, ഡാളസ് അഗാപ്പയ ദൈവസഭയുടെ അസിസ്റ്റന്റ് പാസ്റ്ററായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിന്റെ ദാസനാണ്. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി തുടർന്ന് ക്ലാസ് എടുക്കുവാനായി കർത്താവിന്റെ ദാസനെ നമ്മൾ എടുക്കുന്ന വിഷയം ഇവാഞ്ചലിസം ആൻഡ് ഡിസിപ്ലിൻഷിപ്പ് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് കർത്താവിന്റെ ദാസൻ പഠിപ്പിക്കുന്നത്. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ വളരെ സ്നേഹത്തോടെ ആദരവോടെ ആ ദൈവദാസനെ ക്ഷണിക്കുന്നു. ഡോക്ടർ ജോർജ് വർഗീസ്, പ്ലീസ്. പ്രൈസ് ലോർഡ്. സന്നിഹിതരായിരിക്കുന്ന എല്ലാ കർത്തദാസന്മാർക്കും ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ വന്ദനങ്ങൾ അറിയിക്കുന്നു. പാസ്റ്റർ ലാലു ജേക്കബ്, പാസ്റ്റർ ഷാജി കെ ഡാനിയൽ ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല, ബാക്കിയുള്ള എല്ലാവർക്കും നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ സെഷനിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ഞാൻ പവർ പോയിന്റ് ഉപയോഗിച്ച് ഞാൻ പ്രസൻറ്റേഷന് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യത്തെ 3-4 സ്ലൈഡുകൾ റെപ്പറ്റീഷൻ ആയിരിക്കും. കാരണം നേരത്തെ ഉള്ള ആളുകൾ മനസ്സിലാകുന്നില്ല എങ്കിൽ ഞാൻ ക്ലാസ് അസൈൻമെൻറ്റ്സ് മുതലായവ ഞാൻ വീണ്ടും കാണിക്കുന്നതായിരിക്കും. ഇവിടെ കാണുന്ന വാക്യം നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പറയുവാൻ തക്കവണ്ണം നമ്മൾ എപ്പോഴും ഒരുങ്ങിയിരിക്കണം എന്നുള്ളതാണ്. ഡിസ്പ്ലേ കാണാമോ? ഓക്കെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന പത്രോസിന്റെ ലേഖനത്തിൽ 1 പത്രോസ് 3:15 പറഞ്ഞിരിക്കുന്നത്, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവരോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം ചെയ്യുവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. ഇപ്പം നമ്മൾ എപ്പോഴും ദൈവസന്നിധിയിൽ ഒരുങ്ങിയിരിക്കുകയും മറ്റുള്ളവരോട് നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് മറ്റ് ചോദിക്കുന്ന വേളയിൽ നമ്മൾ പറയുവാൻ്റെ ഒരുക്കമുള്ളവരായിരിക്കണം. അത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വാക്യമാണ്. സുവിശേഷം പറയാനായിട്ടില്ലെങ്കിലും പറയുന്ന ആളുകൾക്ക് ഒരുങ്ങാൻ തക്കൊണ്ട് ആവശ്യമായിട്ടുള്ള സംഗതിയാണ്. അസൈൻമെൻറ്റ്സ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. സുവിശേഷം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. അതൊരു അറ്റൈനബിൾ ഗോൾ ആയിരിക്കണം, അത് നിറവേറുവാൻ കഴിയുന്ന ഒരു ലക്ഷ്യമായിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായതുകൊണ്ട് ഞാനത് വലിയ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അതിനുള്ള ഓരോ വ്യക്തിക്കും വേണ്ടി ഓരോ ദിവസവും പ്രാർത്ഥിക്കുവാൻ നാം ഉത്സുകരായിരിക്കണം. മൂന്നാമത്, നഷ്ടപ്പെട്ട ആളുകളോട് സുവിശേഷം പറയുവാനുള്ള ഒരു പാഷൻ, ഒരു ആവേശം നമുക്കുണ്ടാകുവാൻ തക്കൊണ്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ഇത് നമ്മുടെ ഒരു തുടരെയുള്ളതായ പ്രാർത്ഥനയുടെ ഒരു ഭാഗമായിരിക്കണം. ഈ ക്ലാസ്സിൻ്റെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഠിക്കുന്ന ആളുകളെ സജ്ജമാക്കുക, ഒരു എക്വിപ്പ് ചെയ്യുക, അവരെ എനർജൈസ് ചെയ്യുക, ഓരോരുത്തരുടെ സുവിശേഷം പറയുവാൻ തക്കവണ്ണം ഉത്സുകരാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു സുവിശേഷീകരണത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് 12 കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞു.
അതിൽ 4 ഞാൻ നേരത്തെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. അത് ജസ്റ്റ് ഹൈലൈറ്റ് ഒന്ന് കാണിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, യേശു കൽപ്പിച്ചതിനാൽ അതിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. 2, അപ്പോസ്തലന്മാരും തുടർന്ന് അത് അനുശാസിച്ചതിനാൽ അതിന് പ്രാധാന്യമുണ്ട്. ഇത് കഴിഞ്ഞ ആഴ്ച കാണിച്ചതാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ നോട്ട്സ് റെഫറൻസ് പെട്ടെന്ന് എഴുതാനും ഒക്കുമെങ്കിൽ എഴുതുക. 3, ഇവാഞ്ചലിസത്തിൽ കൂടെ സുവിശേഷയുടെ മുഖാന്തരം അനേകരുടെ ജീവിതങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകും. അതാണ് 3ാമത്തെ കാര്യം. 4, കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, സുവിശേഷീകരണത്തിൽ നാം കർത്താവിന് വേണ്ടി കർത്താവിനോട് കൂടെ പ്രവർത്തിക്കുകയാണ്. അത് ലൂക്കോസ് 10 1-2 വാക്യങ്ങൾ. അനന്തരം കർത്താവ് 70 പേരെ നിയമിച്ചു. 12 പേര് അപ്പോസ്തലന്മാർ കൂടാതെ 70 പേരെയും കൂടെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി 2 പേരായിട്ട് അയച്ചു. പിന്നെ കർത്താവ് അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. അതുകൊണ്ട് കൊയ്ത്തിൻ്റെ യജമാനോട് വേലക്കാരെ അയക്കേണ്ടതിന് വേണ്ടി അപേക്ഷിക്കും. ഇവിടെയാണ് 4 ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. 5ാമത്തെ പോയിന്റ് ഇന്ന് പുതുതായിട്ട് തുടങ്ങുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇത് ഇവാഞ്ചലിസത്തിൽ കൂടെ, സുവിശേഷീകരണത്തിൽ കൂടെയാണ് രക്ഷയും സ്നാനത്തെക്കുറിച്ചും ആളുകൾ മനസ്സിലാക്കുന്നതും അത് സംഭവിക്കേണ്ടതും. മർക്കോസ് 16:16 പറഞ്ഞിരിക്കുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. ഞാൻ ഈ റെഡിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യേശു പറഞ്ഞ വാക്യം മാത്രമാണ് ഞാൻ റെഡിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അത് കാണുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കുവാൻ തക്കണമാണ്. പിന്നെ വാക്യങ്ങളുടെ റെഫറൻസ് ഞാൻ നീലയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നോട്ട് എഴുതുന്ന സന്ദർഭത്തിൽ അത് ഓർത്തോണം. യോഹന്നാൻ 5:24 പറയുന്നത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇപ്പോൾ നിത്യജീവനുണ്ടെന്നാണ്. പലപ്പോഴും ആളുകൾ നിത്യജീവനെ കുറിച്ച് പറയുന്ന വേളയിൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ലഭിക്കുന്ന ഒരു സംഗതിയാണെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയല്ല. യേശു നമ്മുടെ ഹൃദയത്തിൽ രക്ഷിതാവായി വരുന്നതായ സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ നിത്യജീവൻ ഉരുവാകുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേട്ട് പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നവന് ആ സമയത്ത് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നത് വലിയ രൂപാന്തരമാണ്. മരണത്തിൽ നിന്ന്, നേരത്തെ അവൻ മരണത്തിന് വിധിക്കപ്പെട്ടവനായിരുന്നു, ഇപ്പോൾ ജീവനിലേക്ക് കടന്നു കഴിഞ്ഞു. നേരത്തെ അവൻ ന്യായവിധിക്ക് വിധേയനാക്കപ്പെട്ടവനാണ്, ഇപ്പോൾ അവന് ന്യായവിധിയിൽ നിന്ന് ഒഴിവാക്കി. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഇവാഞ്ചലിസം മുഖാന്തരം, സുവിശേഷീകരണം മുഖാന്തരം രക്ഷിക്കപ്പെടുക, അതുപോലെ സ്നാനപ്പെടുക എന്നിത്യാദി കാര്യങ്ങൾ അത് മുഖാന്തരം നടക്കുവാൻ ഇടയാകുന്നുണ്ട്. യോഹന്നാൻ 3:36 ഈ ഭാഗങ്ങൾ നമ്മൾ സുവിശേഷം പറയാൻ നേരത്ത് ഇത് നമുക്ക് പ്രയോജനമുള്ളതാണ്. യോഹന്നാൻ 3:36 പുത്രനിൽ വിശ്വസിക്കുന്നവന്, ഇപ്പോൾ ഇവിടെയും പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴെന്നുള്ള ബ്രാക്കറ്റ് ഇട്ടേക്കുന്നത് എൻ്റെ എഡിറ്റോറിയൽ നോട്ട്സാണ്, വേദത്തിനകത്തുള്ളതല്ല. പുത്രനിൽ വിശ്വസിക്കുന്നവന് ഇപ്പോൾ നിത്യജീവനുണ്ട്, പുത്രനിൽ വിശ്വസിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നേ ഉള്ളൂ. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയുടെ മേൽ എന്താണ് ഉള്ളത്? ദൈവത്തിൻ്റെ ക്രോധമാണുള്ളത്. ഇത് ഞാൻ പറഞ്ഞതല്ല, കർത്താവ് പറഞ്ഞതാണ്. അപ്പോൾ ദൈവക്രോധത്തിൽ നിന്ന് ഒഴിവാകുവാൻ തക്കവണ്ണം നാം ചെയ്യേണ്ട ഒരു കാര്യമാണ് സുവിശേഷീകരണം എന്നുള്ളത്. പുത്രനെ വിശ്വസിക്കുന്നതും പുത്രനിൽ വിശ്വസിക്കുന്നതും രണ്ട് കാര്യമാണ്. പുത്രനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ കുറിച്ച് കേൾക്കുന്ന സന്ദർഭത്തിൽ അത് ശരിയാണെന്ന് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നതാണ്. പക്ഷേ പുത്രനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പൂർണ്ണമായി കർത്താവിൽ ഭരമേൽപ്പിച്ച് അവനാണ് എൻ്റെ കർത്താവും രക്ഷിതാവും എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ. ഒരുപാട് ആൾക്കാർ പുത്രനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, യേശുവിനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ യേശുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് അതിപ്രധാനമായിട്ടുള്ള സംഗതി. പുത്രനിൽ വിശ്വസിക്കുന്ന വ്യക്തി യേശുവിൽ തൻ്റെ ജീവിതം പൂർണ്ണമായി സമർപ്പിക്കണം. അതാണ് രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നത്. അതിനുവേണ്ടി ആൾക്കാരെ ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്നുള്ളത്. ആറാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സുവിശേഷീകരിക്കുന്നതിൽ നമുക്ക് യേശു കർത്താവിനോടുള്ള വാസ്തവമായ സ്നേഹത്തെ സാധൂകരിക്കുന്നു. യോഹന്നാൻ 15:14 പറഞ്ഞിരിക്കുന്ന യേശു തന്നെ പറഞ്ഞത്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങളുടെ സ്നേഹിതന്മാരാണ്. അത് കൽപ്പിക്കുന്നത് ചെയ്യുന്നില്ലെങ്കിലോ? നമ്മൾ സ്നേഹമുണ്ടെന്ന് വെറുതെ പറയുന്നേ ഉള്ളൂ, അത് അർത്ഥശൂന്യമാണ് എന്നാണ് യേശു തന്നെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സുവിശേഷീകരിക്കുമ്പോൾ വാസ്തവമായി ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നാം ജീവിതത്തിൽ കൂടെ അത് കാണിക്കുകയാണ്. 7ാമത്തെ പോയിന്റ്, സുവിശേഷീകരണം മൂലം ആളുകൾക്ക് രോഗസൗഖ്യത്തിനുള്ള മുഖാന്തരം ഉണ്ടാകുന്നു. സുവിശേഷകൻ രക്ഷിക്കപ്പെടുക മാത്രമല്ല, ഒരു വ്യക്തി രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ, അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുവാൻ അത് മുഖാന്തരം ഇടയാകുന്നു. യേശു ശിഷ്യന്മാരെ അയച്ചതായ വേളയിൽ അവിടെ പറഞ്ഞതായ ഒരു ഭാഗമാണ് ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. അവിടെയുള്ള, അതായത് അവർ ചെല്ലുന്ന സ്ഥലത്തുള്ള രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചിരിക്കുന്നു എന്ന് പറയുവൻ. അപ്പം രോഗികളെ എങ്ങനെ നമ്മൾ സൗഖ്യമാക്കുന്നതെന്ന് ചോദിച്ചേക്കാം. നമുക്ക് രോഗികളെ സൗഖ്യമാക്കാനൊക്കത്തില്ല. കർത്താവ് പറഞ്ഞത് അതുപോലെ, കർത്താവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ നാമം പറഞ്ഞുകൊണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല, കർത്താവിൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ അധികാരത്തിൽ നാം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യം നിർവഹിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളതായ രോഗസൗഖ്യത്തിൻ്റെ ആ കാര്യം കർത്താവ് ചെയ്തോളും. നമ്മൾ ആളുകളുടെ അടുക്കൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നുള്ളതല്ല, സൗഖ്യം ഉണ്ടാകും, അതാണ് നമ്മൾ പറയേണ്ടത്. കാരണം നമ്മൾ ആരുടെ നാമത്തിലാണ് പോകുന്നത്? യേശുവിൻ്റെ നാമത്തിലാണ് പോകുന്നത്. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അവിടെ ചെന്നിട്ട് ഹീൽ ദ സിക്ക്, അവിടെ ചെന്ന് രോഗിക്ക് വേണ്ടി ഞാൻ പലപ്പോഴും ആളുകൾ ഒരൊറ്റ വാക്യം മാത്രമേ ഉള്ളൂ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യത്തെക്കുറിച്ച്. യാക്കോബിൻ ലേഖനത്തിലാണ്. ബാക്കിയുള്ള ഭാഗത്ത് നാം യേശു പറഞ്ഞിട്ടുള്ള രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് തെറ്റാണെന്നുള്ള കാര്യമല്ല പറയുന്നത്. യേശുവിൻ്റെ നാമത്തിൽ നാം അവിടെ ചെല്ലുന്നതായ വേളയിൽ സൗഖ്യമാകട്ടെ എന്ന് പറയുന്നതായ വേളയിൽ കർത്താവാണ് ചെയ്യുന്നത്. നമ്മൾ സൗഖ്യമാക്കാനല്ല പറഞ്ഞേക്കുന്നത്, കർത്താവിൻ്റെ നാമത്തിൽ നാം ചെയ്യുമ്പോൾ നമുക്ക് പകരമായിട്ട് നമ്മുടെ പിന്നിൽ കർത്താവ് അവരെ സൗഖ്യമാക്കും എന്നുള്ളതാണ് ഉറപ്പുള്ളത്. 8ാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ, സുവിശേഷീകരണം മാനസാന്തരത്തിനും പാപമോചനത്തിനുമുള്ള കവാടമാണ്. ഇറ്റ്സ് എ ഗേറ്റ് വേ ഓഫ് റിപ്പൻറ്റൻസ് ആൻഡ് റിമിഷൻ ഓഫ് സിൻസ്. പിന്നീട് നമ്മൾ റിപ്പൻറ്റൻസ് എന്താണെന്ന് പിന്നീട് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. ലൂക്കോസ് 24:46-47 വാക്യങ്ങളിൽ ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ ഉയിർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിൽ പ്രസംഗിക്കുകയും വേണം എന്ന് എഴുതിയിരിക്കുന്നു. എവിടെ എഴുതിയിരിക്കുന്നത്? ഹോശേയ പ്രവചനം 6-ാം അധ്യായത്തിന് 2-ാമത്തെ വാക്യത്തിൽ. ഹോശേയ പ്രവചനം 6-ാം അധ്യായത്തിന് 2-ാമത്തെ വാക്യത്തിൽ 47-ാം വാക്യം ഉൾക്കൊള്ളിച്ചിട്ടില്ല. എന്നാൽ ആ ഭാഗം ഇപ്പം നമ്മൾ വായിക്കുന്നില്ല. അവിടെ കർത്താവ് ചെയ്തിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതുമായ കാര്യങ്ങളെല്ലാം തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കണം. തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ ഉള്ള കാര്യങ്ങൾ നാം ചെയ്യുന്നതായ വേളയിൽ, നാം അത് പ്രസംഗിക്കുന്നതായ വേളയിൽ ദൈവത്തിൻ്റെ പിൻബലം അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. സുവിശേഷീകരണം ജനങ്ങൾക്ക് തിരുവെഴുത്തുകൾ വിവേചിച്ച് അറിയുവാൻ മുഖാന്തരമുണ്ടാകുന്നു. അതാണ് അതിൻ്റെ 9ാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത്. അതിനർത്ഥം എന്താണ്? അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ ഫിലിപ്പോസ് എന്ന് പറയുന്ന അദ്ദേഹം അപ്പോസ്തലനല്ല, അപ്പോസ്തലന്മാരുടെ ഒരാളല്ല. ഫിലിപ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ഡീക്കന്മാരെ തിരഞ്ഞെടുത്തതിൽ ഒരാളാണ് ഫിലിപ്പോസ്. സ്തേഫാനോസും അവരിൽ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഫിലിപ്പോസ്. ഫിലിപ്പോസ് ശമര്യയിൽ വലിയ ഒരു ഉണർവ് യോഗം നടത്തുകയാണ്. അവിടെ അനേക ആളുകൾ രക്ഷിക്കപ്പെട്ടു, ഭൂതങ്ങൾ പുറത്തായി, വലിയ അത്ഭുതങ്ങൾ നടന്ന ഉടനെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ദൂതൻ മുഖാന്തരം അവനോട് പറഞ്ഞു, നീ പോയി ഇവിടുന്ന് പെട്ടെന്ന് പോകണമെന്ന്. സാധാരണ രീതിയിൽ ആൾക്കാരിപ്പം ഞാനാണെങ്കിലും ഇത്രയും വലിയ അത്ഭുതം നടക്കുന്ന സന്ദർഭത്തിലെല്ലാം കളഞ്ഞിട്ട് പോകണമെന്ന് ചോദിച്ചാൽ ഇല്ല. ഫിലിപ്പോസ് കർത്താവിൻ്റെ ദൗത്യം, കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന കാരണത്താൽ അവിടുന്ന് പെട്ടെന്ന് പോയി.
അവിടെ ചെന്ന് ഒരു വിജനമായിട്ടുള്ള സ്ഥലത്താണ്. അപ്പോൾ നമ്മളോട് ഒരിടത്ത് പോകാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എവിടാ പോകുന്നത് എന്താണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും വലിയ നമ്മുടെ യുക്തിക്ക് ചേരാത്തതാണെങ്കിലും നമ്മൾ അങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ഇവാഞ്ചലിസ്റ്റ് എന്നുള്ളതായ നിലയിൽ ഫിലിപ്പോസ് അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു രഥത്തിൽ ഒരാൾ യാത്ര ചെയ്യുന്നു. ഒരാൾ മാത്രമല്ല, ഇദ്ദേഹം വലിയ ഒരു ഉദ്യോഗസ്ഥനാണ്. അവിടെ കന്നക രാജ്യയുടെ ധനകാര്യ മന്ത്രിയാണ്, വലിയ ധനികനായിട്ടുള്ള വ്യക്തിയാണ്. അതിന് കൂടെ വലിയ ഒരു സൈന്യങ്ങളുടെ ഒരു നേരെ കൂട്ടം കൊണ്ട് അതിന് പിന്നിലുണ്ടായിരിക്കാം സെക്യൂരിറ്റിക്ക് വേണ്ടി. അവിടെ പോകുന്ന വേളയിൽ അവർക്ക് മനസ്സിലായിട്ട് ഫിലിപ്പോസിന് മനസ്സിലായി ഇദ്ദേഹമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തിയെന്ന്. അവിടെ ചെന്ന് ഓടിച്ചെല്ലുമ്പോൾ ആ ആള് ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ തക്കൊണ്ടുള്ള ആവേശത്തോടു കൂടി അതിനകത്തിരുന്ന് വരികയാണ്. സാധാരണഗതിയിൽ ഇദ്ദേഹം ഒരു യഹൂദനാണ്. അവിടെ യെരുശലേമിൽ പോകുന്ന വേളയിൽ അവിടെ 3 ഉത്സവമെങ്കിലും അവിടെ പങ്കുകൊണ്ടതിന് ശേഷം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ താൻ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോയപ്പോൾ തനിക്കൊരു റെസ്റ്റ്ലെസ്നെസ്, ഒരു അസ്വസ്ഥത തനിക്കുണ്ടായി എന്ന് വേണം ഞാൻ അനുമാനിക്കുന്നത്. ആ അനുമാനിച്ചതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി, താൻ അവിടെ പെസഹായുടെ കാലയളവിൽ അവിടെ യെരുശലേമിൽ വലിയ ഒരു കൊമോഷൻ, വലിയ ബഹളം നടക്കുന്നു. യേശു, നസ്രായനായ യേശു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവിടെ ക്രൂശിച്ചു. എന്താണെന്ന് ഈ ഷണ്ണന്റെ, ഈ ധനകാര്യമന്ത്രിയുടെ യുക്തിക്ക് ചേർന്നതായ സംഗതിയല്ല. അതുകൊണ്ടായിരുന്നേക്കാം താൻ രഥത്തിൽ ഒരു തുകൽ ചുരുള്, പാർച്ച്മെന്റ് പേപ്പറിന്റെ ചുരുള്, യെശയ്യാപ്രവചനത്തിന്റെ ചുരുള് കൊണ്ടുപോയത്. അത് ഇപ്പോഴത്തെ പുസ്തകത്തിന് കൂട്ടി പെട്ടെന്ന് വായിക്കാൻ ഒക്കുന്ന സംഗതിയല്ല. അത് ഒരു വശത്തിലുള്ള ചുരുൾ തുറന്ന് അടച്ചെങ്കിൽ മാത്രമേ മറ്റേ വശത്തുനിന്ന് തുറക്കാനൊക്കത്തുള്ളൂ. ആ ഭാഗത്ത് ഒരു പ്രത്യേക ഭാഗത്ത് വന്നെത്തി. അത് തുകൽച്ചുരുളിനകത്തുള്ള യെശയ്യാപ്രവചനത്തിന്റെ പുസ്തകങ്ങളൊന്നും അധ്യായം തിരിച്ചുള്ളതല്ല അന്ന്. അവിടെ വന്നായ വേളയിൽ നമ്മളിപ്പോൾ അറിയുന്ന യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിന്റെ ഭാഗത്ത് വന്നു. ഇദ്ദേഹത്തിന് ഇതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. ഒരു പക്ഷെങ്കിൽ എൻ്റെ ഒരു അനുമാനം, താൻ ചിന്തിച്ച് കാണുക, ദൈവമേ ഇതൊന്നും മനസ്സിലാക്കാൻ എന്തൊക്കെ ഇടയായിരുന്നെങ്കിൽ. അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അറിഞ്ഞുകൊണ്ട് ദൈവം ഒരു യോഗം, വലിയ ഉണർവ് യോഗം ക്യാൻസൽ ചെയ്യിപ്പിച്ചതിന് ശേഷം ഫിലിപ്പോസിനെ അവിടേക്ക് അയച്ചു. അവിടെ ചെന്നപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ഡയലോഗ്, ഒരു കോൺവെർസേഷൻ, ഒരു സംഭാഷണം തുടങ്ങുകയാണ്. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ പൊരുൾ തിരിച്ചു കൊടുക്കേണ്ടതായ ഉത്തരവാദിത്വം ഫിലിപ്പോസിനായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ സമയത്ത് പ്രവർത്തിച്ചു. പിന്നീട് നമുക്കറിയാം, അതിന്റെ ഭാഗത്ത് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. തനിക്ക് പെട്ടെന്ന് അവിടെ വെള്ളം കണ്ട്, ഇതാ വെള്ളം, സ്നാനപ്പെടുന്നതിന് എന്താണ് തടസ്സം എന്ന് ചോദിച്ചായ വേളയിൽ ഉടനെ തന്നെ ഫിലിപ്പോസ്, 2 പേരും വെള്ളത്തിൽ ഇറങ്ങി അദ്ദേഹത്തെ സ്നാനപ്പെട്ടു. ഉടനെ തന്നെ ഫിലിപ്പോസ് അവിടുന്ന് അപ്രത്യക്ഷനായി. എനിക്ക് തോന്നുന്നു ഫിലിപ്പോസ് അവിടുന്ന് അപ്രത്യക്ഷം ആകാനുള്ളതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്ന് ഫിലിപ്പോസ് മാറേണ്ട തുണികളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അവിടുന്ന് എയർലിഫ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു റാപ്ചറിൻ്റെ ഒരു ഭാഗമാണെന്ന് വേണം പറയാം. ദൈവം അവനെ എയർലിഫ്റ്റ് ചെയ്ത് അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഇപ്പൊ എന്തോ ഒരു സന്തോഷമാണ്. താൻ യേശുവിനെ കുറിച്ച് മനസ്സിലാക്കി, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അവന് ദൈവത്തിന്റെ വചനത്തിന്റെ വ്യാഖ്യാനം എന്താണെന്നുള്ളത് മനസ്സിലാക്കുവാൻ തക്കുന്നത് എനിക്ക് കഴിഞ്ഞു. സുവിശേഷീകരണം, 10ാമത്തെ സുവിശേഷീകരണം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിനായി മുഖാന്തരം ഉണ്ടാകുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 10:44 ഇത് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ വെച്ച് നടക്കുന്നതാണ്. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ രോഗസൗഖ്യമുണ്ടാകും, വചനം വ്യാഖ്യാനിക്കുവാൻ തക്കവണ്ണം, മനസ്സിലാക്കുവാൻ തക്കവണ്ണം കാരണമുണ്ടാകും. ഇവിടെ കാണുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാക്കുന്നതും നമ്മുടെ സുവിശേഷീകരണത്തിന്റെ ഒരു ഭാഗമാണ്. 11ാമത്, മനുഷ്യരോട് സുവിശേഷം പറഞ്ഞ് അവരെ നീതിയിലേക്ക് നയിക്കുന്നവർക്ക് നിത്യമായ പ്രതിഫലം ഉണ്ടാകും. ഇത് സുവിശേഷകന്മാർക്ക്, മറ്റുള്ളവരെ രക്ഷിക്കപ്പെടുത്തുന്ന ആൾക്കാർക്ക്, രക്ഷയിലേക്ക് നയിക്കുന്ന ആൾക്കാർക്ക് വലിയ പ്രതിഫലമുള്ളതായ ശുശ്രൂഷയാണ്. ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ ബുദ്ധിമാന്മാർ, ദാനിയേൽ പ്രവചനം 12:3, എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും
പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നേക്ക് പ്രകാശിക്കും. ഇപ്പൊ ഈ റിവാർഡ് മുഖാന്തരം ഒരിക്കൽ കിട്ടുന്നതായ ഒരു പ്രതിഫലമല്ല, നിത്യതയുള്ള കാലത്തോളം അവിടെ വെച്ച് ആ രക്ഷയിലേക്ക് നയിക്കുന്ന ആളുകൾക്ക് ശോഭിക്കുവാൻ ദൈവത്തിൻ്റെ അംഗീകാരം നേടുവാൻ തക്കോണം പറ്റിയ ഒരു ജോലിയാണ്. അതുകൊണ്ട് മറ്റുള്ളവർ സുവിശേഷം പറയുന്നത് ഒരു നിസ്സാരപ്പെട്ട കാര്യമാണ് എന്ന് ആരും ചിന്തിക്കരുത്. സദൃശവാക്യം 11:30 ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ എന്നുള്ളത് കറക്റ്റായിട്ടുള്ള ട്രാൻസ്ലേഷൻ അല്ല, ആത്മാക്കളെ നേടുന്നു. ഇപ്പം ദൈവത്തിൻ്റെ ജ്ഞാനം പ്രാപിക്കുന്ന വേളയിൽ ആളുകളെ നേടുവാൻ തക്കണം ആ ജ്ഞാനം ഉപയോഗിക്കുവാൻ തക്കണം ഇടയാകുന്നുണ്ട്. 12-ാമത്തെ ഭാഗം, സുവിശേഷീകരണം മൂലം ക്രിസ്തുവിലൂടെ എല്ലാ മനുഷ്യരെയും ദൈവമായി നിരപ്പിച്ച് എല്ലാ ജനതകളെയും വംശങ്ങളെയും ഗോത്രങ്ങളെയും സംസ്കാരങ്ങളെയും ഒന്നിപ്പിക്കുന്നു. അത് പറഞ്ഞിരിക്കുന്നത് 2 കൊരിന്ത്യർ 5:18-20 വരെയുള്ള വാക്യങ്ങളാണ്. ഇത് നമ്മൾ ഓരോന്നായിട്ട് വായിക്കാം. 18-ാമത്തെ വാക്യത്തിൽ ഒരാൾ വായിച്ചോട്ടെ. 5 സാറ വായിച്ചോട്ടെ. ആ സ്ക്രീനിൽ നോക്കി അങ്ങ് വായിച്ചാൽ മതി. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ഓക്കെ, അവിടെ അങ്ങ് നിർത്താൻ പോവാണ്. ഞാൻ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ പോവാണ്. ഈ 17-ാമത്തെ വാക്യം എന്താണെന്ന് അറിയാമോ? ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. അതുമായിട്ടുള്ള ബന്ധത്തിലാണ് 18-ാമത്തെ ഭാഗത്തിൽ അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അപ്പം പുതുജനനം, വീണ്ടും ജനനം ഉണ്ടാകുന്നതിന് കാരണമായിട്ടുള്ളത് ആരാണ്? ദൈവമാണ്. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക്, ഇത് അപ്പോസ്തലൻ പറയുന്നതാണ്. ഇതിപ്പോ നമ്മുടെ ഭാഷ പറയാനാണെങ്കിൽ നമ്മൾക്ക് നൽകി തന്നിരിക്കുന്നു. ഇത് വായിക്കുന്ന ഓരോരുത്തരും പറയേണ്ടത് ഈ ശുശ്രൂഷ എനിക്ക് തന്നിരിക്കുന്നു. 19-ാമത്തെ വാക്യം, ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഓക്കെ, അതും ഞങ്ങളുടെ എന്നുള്ള ബഹുവചനത്തിൽ നിന്ന് മാറിയതിനു ശേഷം നമുക്ക് വായിക്കുന്ന ഓരോരുത്തർക്കും, എനിക്ക് ഉൾപ്പെടെ പറയാനൊക്കുന്നത് ഇത് എന്നിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു, എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യമാണ് ഈ സുവിശേഷം പറയുക എന്നുള്ളത്. 20-ാമത്തെ വാക്യം വായിച്ചോട്ടെ. ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇത് സുവിശേഷ ദൗത്യം മറ്റുള്ളവരോട് പറയുന്ന ആളുകൾ എന്താണ്? ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാണ്. ഒരു വലിയ പൊസിഷനാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവിടെ അമേരിക്കയുടെയോ ഇന്ത്യയിലെയോ ഗവൺമെന്റ് സ്ഥാനാപതികളായിട്ട് വിടുന്ന വേളയിൽ ആ സ്ഥാനാപതികൾക്ക് വേണ്ട സകല പ്രൊട്ടക്ഷനും നൽകിത്തരുന്നത് ഐക്യനാട് ഉത്തരവാദിത്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഫിലിപ്പീൻസിൽ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി ഇപ്പോൾ 9 പ്രാവശ്യം ഞാൻ പോയി. ഈ വർഷം പോയതാണ്. ജൂലൈ 23 മടങ്ങി വന്നത്. ഞാൻ പോകുന്ന സന്ദർഭങ്ങളിൽ ഞാൻ കർത്താവിനടുക്ക് പറയുന്ന സംഗതിയുണ്ട്. കർത്താവ്, ഞാൻ അവിടുത്തെ സ്ഥാനാപതിയായിട്ട് പോകുന്നത്, എനിക്ക് പോകാനുള്ളതായ സകല പണവും, ഞാൻ ഇതിനു വേണ്ടി പണപ്പിരിവ് നടത്തുന്നത് എനിക്ക് ഇഷ്ടമുള്ള സംഗതിയല്ല. ഞാൻ ഇതുവരെയും പണപ്പിരിവ് നടത്തിയിട്ടില്ല, ആരോടും പണം ചോദിച്ചിട്ടുമില്ല. എൻ്റെ പേഴ്സണലായിട്ട് കാര്യങ്ങളും കർത്താവിൻ്റെ വേലയുമായിട്ട് ബന്ധത്തിൽ. കാരണം എനിക്കറിയാം ഞാൻ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതിയാണ്. എനിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം നേടിത്തരേണ്ടത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇതുവരെ ഒറ്റ പ്രാവശ്യം പോലും പോകുന്നതിനുള്ളതായ പണം കിട്ടാതിരുന്നിട്ടില്ല. പോകുന്നതിന് മുമ്പ് എല്ലാ പണവും കിട്ടുന്നുണ്ട്. അത് തന്നെയല്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഡിവൈൻ അനോയിനിങ്ങിലാണ്. ചില സന്ദർഭങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ളതായ ഫീൽഡിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നതെന്നാലും അവിടെ ദൈവം പൂർണ്ണമായി സംരക്ഷിക്കുന്നുണ്ട്. അവിടെ ചെന്ന് രോഗത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. അവിടുത്തെ ഭക്ഷണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാറില്ല. കാരണം ഞാൻ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതിയായിട്ടാണ് പോകുന്നത്. നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ സുവിശേഷം മറ്റുള്ളവരോട് പറയുവാൻ കൊണ്ട് പോകുമ്പോൾ നമ്മൾ ആരാണ്, എന്തിനാണ്
നമ്മൾ പോകുന്നതെന്നും ആരാണ് നമ്മളെ അയച്ചിരിക്കുന്നതെന്നും പൂർണ്ണമായ ബോധമുണ്ടെങ്കിൽ നമുക്ക് ധൈര്യത്തോടുകൂടി പറയുവാനായിട്ട് സാധിക്കും, ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അതാണ് സുവിശേഷീകരണത്തിന്റെ ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഇംഗ്ലീഷിലുള്ള ഭാഗമാണ്, ഇപ്പോൾ വായിക്കുന്നില്ല. വി ആർ അംബാസഡേഴ്സ് ഫോർ ക്രൈസ്റ്റ്. അസംബ്ലീസ് ഓഫ് ഗോഡിന് ഒരു യുവ സംഘടനയുണ്ട്, അതിന്റെ പേര് അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്നാണ്. അത് ഈ ഭാഗത്ത് നിന്ന് കിട്ടിയ ഒരു പേരാണ്. അപ്പോൾ നമ്മൾ ക്രിസ്തുവിന് പകരം ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാണ് നമ്മൾ, വിശ്വാസികളായ നാം ഓരോരുത്തരും ദൈവത്തിന്റെ വചനം മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനായിട്ട് പോകുമ്പോൾ. ഓക്കെ, സുവിശേഷം എന്ന് പറഞ്ഞാൽ സദ്വാർത്ത അല്ലെങ്കിൽ സുവാർത്ത എന്ന് വേണം പറയാനായിട്ട് സാധിക്കും. ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ സുവിശേഷം അഥവാ ഈ സുവാർത്ത മറ്റുള്ളവരോട് പറയുന്ന വ്യക്തി. അപ്പം ഈ ഫിലിപ്പിലെ 4-12 വാക്യത്തിൽ ചില സുവിശേഷകന്മാർ, അത് വേറൊരു സംഗതിയുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എന്നുള്ളതായ നിലയിൽ നാം എല്ലാവരും സുവിശേഷകരാണ്. സുവിശേഷകരോ എന്തോ സഹോദരിമാരാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ സുവിശേഷകന്മാരാണ്. അല്ലെങ്കിൽ ഓക്കെ, രക്ഷിക്കപ്പെട്ടവരായ നാം ഓരോരുത്തരും സുവിശേഷകന്മാരാണ്, അല്ലെങ്കിൽ സുവിശേഷ വേലക്കാരാണ്. കർത്താവിൻ്റെ ആൾക്കാരാണ്, കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നാം പോകുന്ന ആൾക്കാരാണ്. ഓക്കെ, സുവിശേഷം ജനങ്ങളോട് അറിയിക്കുവാൻ ദൈവത്തിന് നമ്മളെ ആവശ്യമുണ്ട്. ഇപ്പോഴും റിക്രൂട്ട്മെന്റിന്റെ പോസ്റ്റ് അവിടെ അഡ്വർടൈസ്മെന്റ് ഉണ്ട്. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വേറെ വായിക്കാത്ത ഒരാള് നേരത്തെ വായിക്കാം. 13-ാമത്തെ വാക്യം, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. എന്നാൽ അവർ വിശ്വസിക്കാതെ അവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാൻ എങ്ങനെ പ്രസംഗിക്കും? ഓക്കെ, ഇപ്പോഴത് മതി. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, കർത്താവ് ഈ രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി വിളിക്കുന്ന യോവേൽ 2-ാം അധ്യായത്തിന് 32-ാമത്തെ ഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് പെന്തക്കോസ്ത് നാളിൽ പ്രസംഗിക്കുന്നത്. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി വലിയൊരു പ്രതീക്ഷയോടുകൂടി വിളിച്ചപേക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വിളിച്ചപേക്ഷിക്കുന്ന ഏത് വ്യക്തിയും ഏവനും രക്ഷിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ എങ്കിലും അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അപ്പം വിളിച്ചപേക്ഷിക്കണമെങ്കിൽ ആരെങ്കിലും അവിടെ പോകണം. അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? 15-ാമത്തെ വാക്യത്തിൽ ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ഇത് അപ്പോസ്തലനായ പൗലോസ് ഈ റെറ്റോറിക്കൽ സ്റ്റൈൽ ഉള്ളതായ ഒരു ചോദ്യങ്ങളാണ്. ഈ ചോദ്യത്തിന്റെ മറുപടി തന്നെ അതിൽ നിന്ന് അന്തർലീനമാണ്. അതായത് വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും, എങ്കിലും വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല എന്നാണ് അതിന്റെ മറുപടി. അവർ കേട്ടില്ലാത്തവൻ എങ്ങനെ വിശ്വസിക്കും? അതിന്റെ മറുപടി അതിൽ അന്തർലീനമാണ്. സാധിക്കുകയില്ല. ആരും അയക്കാതെ എങ്ങനെ വിശ്വസിക്കും? അതും അത് സാധിക്കുകയില്ല എന്നാണ്. നന്മ സുവിശേഷിക്കുന്നവരുടെ കാലം എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അവരുടെ കാലിന്റെ കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. അവരുടെ കാലെന്ന് പറഞ്ഞ എബ്രായ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജീവിതത്തിൻ്റെ നടപടി, ജീവിതക്രമങ്ങളെല്ലാം മനോഹരമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, പണ്ട് ആരാണ്ടൊക്കെ ചിന്തിച്ചു പാസ്റ്ററുടെ കാലെന്ന് കാണണമെന്ന് പറഞ്ഞു. എന്താ പാസ്റ്റർ സുവിശേഷം പറയുന്ന ആളുടെ കാല് നല്ല മനോഹരം, അത് ആ അർത്ഥത്തിൽ കാലിൻ്റെ കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. അവരുടെ ജീവിതം തന്നെ എത്ര മനോഹരം എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 16-ാമത്തെ വാക്യത്തിൽ എങ്കിലും എല്ലാവരും അനുസരിച്ചിട്ടില്ല. കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു എന്ന് യെശയ്യാവ് പറയുന്നുവല്ലോ. ആകയാൽ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ സുവിശേഷം പറയുമ്പോൾ വായിച്ചാട്ടെ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. എന്നാൽ അവർ മതി 17-ാമത്തെ വാക്യം വരെ മതി. അപ്പോൾ ആളുകൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അവരിൽ എന്തുണ്ടാകും? അവരിൽ വിശ്വാസമുണ്ടാകും. വിശ്വാസത്തിന്റെ വചനം അവർ കേട്ടെങ്കിൽ മാത്രമേ അവർക്ക് വിശ്വാസം ഉണ്ടാകുകയുള്ളൂ. അത് ക്രിസ്തു പറഞ്ഞിട്ടുള്ളതായ വചനമാണ് പറയുന്നത്. ദൈവത്തിന്റെ വചനം എന്ന് ന്യൂ വേർഷനിലും കിങ് ജെയിംസ് വേർഷനും മറ്റും പറഞ്ഞിരിക്കുന്നത് വാസ്തവത്തിൽ അത് തെറ്റാണ്. ഈസ് എ ക്രൈസ്റ്റ് എന്നാണ് അവിടെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ 17-ാമത്തെ വാക്യം ശരിയായിട്ടാണ്. ഇവിടെ ദൈവം ഇപ്പോഴും സുവിശേഷകന്മാരായ ആളുകളെ ചേർക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി.
യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 8-9 വാക്യം വായിക്കാം. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് യെശയ്യാവിന്റെ പ്രതികരണം എന്ന് പറയുന്നത്, അടിയൻ ഇതാ എന്നെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് രാവിലെ ഞാനിത് ഈ ഭാഗം നേരത്തെ ഉള്ളതായ നോട്ടിൽ നിന്നും ആഡ് ചെയ്തതാണ്. ഇന്ന് രാവിലെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന വേളി ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തമായിട്ട് ഈ ഭാഗം ആഡ് ചെയ്യണം എന്ന് എനിക്ക് ഒരു ആത്മപ്രേരണ ഉണ്ടായി. അങ്ങനെയാണ് ഈ ഭാഗം ഞാൻ ചേർത്തത്. യെശയ്യാവ് അതിന്റെ 6-ാമത്തെ അധ്യായത്തിൽ വലിയൊരു ദർശനം കണ്ടു. ഉസിയാവ് മരിച്ച ആണ്ടിൽ താന് ദൈവത്തിന്റെ തേജസ് മറ്റു കണ്ടു. അത് കഴിഞ്ഞ ശേഷം തനിക്കൊരു ശുദ്ധീകരണം കർത്താവ് നടത്തി. ദൈവം അവിടെ വെച്ച് നിർത്തിയില്ല. അവിടെ യെശയ്യാവിനോട് ചോദിക്കുന്നു, ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്നുള്ള ചോദ്യം അവിടെ ദൈവം ചോദിക്കുന്നുണ്ട്. അതിന് മറുപടി പറയുവാൻ തക്കവണ്ണം ദർശനം പ്രാപിക്കുമ്പോൾ, സ്വർഗീയമായുള്ള ദർശനം പ്രാപിക്കുന്ന ആളുകൾ പറയേണ്ടതായ പ്രതികരണം എന്ന് പറയുന്നത്, അടിയൻ ഇതാ എന്നെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ അരുളി ചെയ്ത്, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്, പിന്നെ പറയേണ്ട മെസ്സേജുകൾ കൊടുത്തിരിക്കുകയാണ്. ഇന്ന് ഈ ക്ലാസ് പഠിക്കുന്നതായ ആളുകളോടൊക്കെ ദൈവത്തിന് ചോദിക്കാനുള്ളതായ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാം അനേക കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, പ്രസംഗം കേൾക്കുന്നുണ്ട്. ദൈവം നമ്മോട് ഓരോരുത്തരോടും ചോദിക്കുന്നതായ ചോദ്യം യെശയ്യാവിനോട് ചോദിച്ച ചോദ്യം തന്നെയാണ്, ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും. നമുക്കെന്ന് പറഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ചേർന്ന ഒരു ചോദ്യമാണ്. പിതാവായ ദൈവത്തിൻ്റെ, പുത്രനായ ദൈവത്തിൻ്റെ, പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ കൂട്ടു ചോദ്യമാണ്, ആർ നമുക്ക് വേണ്ടി പോകും. നമ്മളും മറുപടി പറയേണ്ട ആവശ്യമുണ്ട്. ഞാൻ പോകും എന്ന് പറഞ്ഞാൽ ജോലിയെല്ലാം കിട്ടിയതിന് ശേഷം പോകണം എന്നുള്ള അർത്ഥത്തിലല്ല. ദൈവത്തിൻ്റെ ആത്മാവ് സ്പെസിഫിക് ആയിട്ട് ജോലി ക്വിറ്റ് ചെയ്തിട്ട് പോകണമെന്ന് പറയുന്നില്ലെങ്കിൽ ചെയ്തെന്നുള്ള പ്രകാരം ഞാൻ. കാരണം നമുക്ക് എല്ലാവർക്കും നമ്മൾ ജോലി സ്ഥലത്തോ അല്ലാത്ത സ്ഥലങ്ങളിലോ കർത്താവിനെ കുറിച്ച് സാക്ഷിക്കാൻ പറയും. ചില ആൾക്കാർ കർത്താവിന് വിളി ഉണ്ടായെന്ന് പറഞ്ഞ ഉടനെ തന്നെ ജോലി ക്വിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് തെറ്റാണോ ശരിയാണോ എന്നുള്ള അവർ തന്നെ തീരുമാനിക്കേണ്ടതാണ്. എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം പറയുന്നത്, കർത്താവ് വ്യക്തമായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് തുടർന്നും വ്യക്തിപരമായിട്ട് സംസാരിച്ചിരിക്കും. എങ്ങനെയാണെങ്കിൽ തന്നെയും പോകുവാൻ തക്കമുള്ള ഒരു വില്ലിങ്നെസ്സോടുകൂടി ദൈവസന്നിധിയിൽ ഒരു പ്രതിഷ്ഠിക്കേണ്ട ആൾ ആവശ്യമുണ്ട്. കാരണം ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം കഴിയും. വലിയ കഴിവല്ല, എബിലിറ്റി അല്ല നോക്കുന്നത്, അവൈലബിലിറ്റിയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ഹി ഈസ് നോട്ട് ലുക്കിംഗ് ഫോർ എബിലിറ്റി. നമ്മുടെ കഴിവും പ്രാപ്തിയോ അല്ല, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ അവൈലബിൾ ആണോ ഇല്ലയോ എന്നുള്ളതാണ്. കാതറിൻ കുമിൻ മുമ്പ് പറയുമായിരുന്നു, ഗോഡ് ഈസ് നോട്ട് ലുക്കിംഗ് ഫോർ ഗോൾഡൻ വെസൽസ്, ഗോഡ് ഈസ് നോട്ട് ലുക്കിംഗ് ഫോർ സിൽവർ വെസൽസ്, ഗോഡ് ഈസ് ലുക്കിംഗ് ഫോർ ഈൽഡഡ് വെസൽസ്. അടിയൻ ഇതാ എന്നെ അയക്കണമേ എന്ന് പറയുമ്പോൾ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ വിധേയപ്പെടുത്തുകയാണ്, ഏൽപ്പിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ കാണുവാൻ കൂടെയായി. 1800-കളിൽ മാസച്യൂസറ്റ്സിലുള്ള ഒരു ഫാമിലിയിൽ, ഒരു ദരിദ്ര ഫാമിലി, പിതാവ് ഒരു ബ്രിക്ക് ലെയർ ആയിരുന്നു, മാതാവ് ഒരു ഹൗസ് വൈഫ് ആയിരുന്നു, 5 മക്കള്, 6-മതൊരു പെൺകുഞ്ഞ്. ആ 7-മത്തെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിരുന്ന സന്ദർഭത്തിൽ ഈ പിതാവ് മരിച്ചുപോയി. അതിനുശേഷം എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് അവർ വളരെ ഞെരുങ്ങി, വളരെ ദാരിദ്ര്യത്തിൽ കൂടെ കടന്നു പോകുന്നൊരു ഫാമിലിയാണ്. ഈ പയ്യനെ വളർത്തുവാൻ തക്കവണ്ണം 7-മത്തെ മക്കളെല്ലാം വിശേഷിച്ച് 7-മത്തെ പയ്യനെ വളർത്താൻ തക്കവണ്ണം മാതാവ് വളരെ ബുദ്ധിമുട്ട്. കാരണം വീട്ടിൽ വേറെ വരുമാനമില്ല. എങ്ങനെയാണെങ്കിലും അവരെ തുടരെയായിട്ട് ആരാധനയ്ക്ക് പോകുമായിരുന്നു. ആരാധനയ്ക്ക് കൊണ്ടുപോകുന്ന വേളയിൽ ഈ ഇളയ മകനും വളർന്ന് 17 വയസ്സായ സന്ദർഭത്തിൽ അവന് ഒരു തീരുമാനം എടുത്തു. അവിടുന്ന് മാസച്യൂസറ്റ്സിൽ നിന്ന് ചിക്കാഗോയിലേക്ക് മൂവ് ചെയ്യണം. കാരണം ചിക്കാഗോയിൽ അവൻ്റെ ഒരു അങ്കിള് ഒരു ഷൂസ് വിൽക്കുന്ന കടയുണ്ട്. ആ ഷൂസ് വിൽക്കുന്ന കടയിൽ അവനെ ജോലിക്ക് വേണ്ടി അയച്ചു. അവിടെ ചെന്നപ്പോൾ അവന് ആ ഷൂസ് വിൽക്കുന്ന അവൻ്റെ അങ്കിള്, അവൻ്റെ അമ്മാച്ചൻ അവനോട് പറഞ്ഞു, നിന്നെ ഞാനിവിടെ ജോലി എടുക്കാം, പക്ഷെ ഒരു കണ്ടീഷന്, ഞായറാഴ്ച
ഒരു കാരണവശാലും വീട്ടിലിരിക്കാനൊക്കത്തുള്ളൂ, നീ ചർച്ചയിൽ പോയെങ്കിലൊക്കത്തുള്ളൂ. അങ്ങനെ ആ അങ്കിൾ അവനെ എല്ലാ ആഴ്ചയിലും ചർച്ചയിൽ പോയി. അവിടെ ചെന്നായ വേളയിൽ അവിടെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചതായ ഒരു ടീച്ചറുണ്ട്, എഡ്വേർഡ് കിംബൽ എന്ന് പറയുന്ന ഒരു ദേവദാസൻ. എഡ്വേർഡ് കിംബലിന് ഈ വ്യക്തി അറിഞ്ഞു. ഈ പയ്യന്റെ പേര് മൂഡി എന്നാണ്, ഡ്വൈറ്റ് എൽ മൂഡി. വിദ്യാഭ്യാസമില്ല, ഗ്രാമർ അറിയത്തില്ല, ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ല, യാതൊരു വിധമായ സാമ്പത്തിക ചുറ്റോടുമില്ല, യാതൊരു വിധമായ കഴിവില്ല. എഡ്വേർഡ് കിംബൽ അവൻ്റെ വീട്ടിൽ പോയിട്ട് അവനോട് സുവിശേഷം പറഞ്ഞു. അവനെ യേശുവിലേക്ക് നയിക്കുവാൻ ഇടയായി. ഒരു നീണ്ട കഥയാണ്, അതെല്ലാം പറയാനൊക്കുന്നില്ല. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ കൂടെ ഈ ഭാഗം വളരെ ഉത്തേജനം നൽകുന്ന കാരണത്താലാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഭാഷയും നമ്മുടെ കഴിവും നമ്മുടെ എല്ലാം ഒത്തതിന് ശേഷം നമ്മൾ സുവിശേഷം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളല്ല ഉപയോഗിക്കുന്നത്. കർത്താവിന് ഈൽഡഡ് ആയിട്ടൊരു വ്യക്തിയാണ് ഈ വ്യക്തി. തുടർന്ന് അവിടെ ചിക്കാഗോയിലുള്ളതായ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ അവരെ സുവിശേഷം പറയുവാൻ കൊണ്ട് വലിയ താല്പര്യമുണ്ടായി. ഒരു നീണ്ട കഥ ഞാൻ ചുരുക്കുകയാണ്. ഇദ്ദേഹം തൻ്റെ 62ാമത്തെ വയസ്സിൽ താൻ മരിക്കുന്നതിന് മുമ്പ് 5 ലക്ഷം ആൾക്കാരുടെ അടുക്കൽ സുവിശേഷം പറഞ്ഞ് അവർ രക്ഷയിലേക്ക് നയിച്ചെന്നാണ് പറയുന്നത്. 5 ലക്ഷം ആൾക്കാർ. ഡ്വൈറ്റ് എൽ മൂഡിയുടെ പേരിലുള്ളതായ ഒരു ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്, വളരെ പ്രശസ്തനായ ചിക്കാഗോയിലെ മൂഡി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. മൂഡി ചർച്ച് എന്ന് പറഞ്ഞൊരു വലിയ ചർച്ചുണ്ട്, വലിയ മെഗാ ചർച്ചാണ്. അപ്പോൾ നമ്മൾ അവൈലബിൾ ആണെങ്കിൽ നമ്മളെ കൊണ്ട് ദൈവത്തിന് ഉപയോഗിക്കുവാൻ ഒക്കുന്നതായ കാര്യങ്ങൾക്ക് യാതൊരു ലിമിറ്റുമില്ല. നിങ്ങൾ കേൾക്കുന്നതായ ആളുകളുടെ ഹൃദയത്തിൽ ഒരു പ്രേരണ നൽകാൻ വേണ്ടി ഞാൻ ഈ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ബൈബിളിന്റെ കാഴ്ചപ്പാടിൽ സുവിശേഷം എന്നുള്ളത് എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സുവിശേഷം ബൈബിളിന്റെ അഥവാ തിരുവഴുത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ മെസ്സേജ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ കൂടെ മാത്രം ലഭ്യമാകുന്ന നിസ്തുല്യമായ രക്ഷയെക്കുറിച്ച് മറ്റുള്ളവർ പറയുക. സുവിശേഷം എങ്ങനെയെങ്കിലും പറയാന്നുള്ളതല്ല, നമ്മൾ പറയുന്ന മെസ്സേജിൽ രക്ഷിക്കപ്പെടുവാൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ദൈവത്തെ എങ്ങനെയെങ്കിലും വിളിച്ചു പോകണമെന്നുള്ള കാര്യമല്ല പറയേണ്ടത്. ഓക്കെ, പ്രവൃത്തികൾ 4:12 അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത് മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. നിങ്ങൾ എല്ലാവരും അത് മനഃപ്പാഠമായി പഠിക്കേണ്ട ആവശ്യമുണ്ട്. സുവിശേഷം പറയാൻ നേരത്ത് ഇത് ആവശ്യമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 4:12 മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ നിസ്തുല്യമായ ഒരു നാമം, യേശുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ. ഇവിടെ യേശുക്രിസ്തുവിൽ കൂടെ മാത്രം ലഭ്യമാകുന്ന രക്ഷയുടെ നിസ്തുല്യതയെ വിവരിക്കുന്നു. അതായിരിക്കണം നമ്മുടെ മെസ്സേജിന്റെ കാതലായുള്ള ഭാഗം. ഓക്കെ, സുവിശേഷ ദൂതിന്റെ സാരാംശം എന്തായിരിക്കണം എന്നുള്ളതാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 1, സത്യദൈവം ഏകൻ മാത്രം, ഒരുവൻ മാത്രം. സത്യദൈവമുണ്ട്, അല്ലാത്ത ദൈവങ്ങളൊന്നും സത്യദൈവമല്ല. ഏക സത്യദൈവമായ നിന്നെയും യേശു പറഞ്ഞതാണ്, നീ അയച്ചിരിക്കുന്നതായ യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ അറിയുന്നത് മാത്രമേ ഉള്ളൂ നിത്യജീവൻ. അപ്പോൾ അല്ലാത്ത വഴികളൊക്കെ ഉണ്ടെന്ന് പറയുന്ന വേളയിൽ അവരോട് ചോദിക്കണം, യേശുക്രിസ്തു കള്ളം പറയുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ ചില ആൾക്കാരോട് ചോദിക്കുന്നതാണ്, യേശുക്രിസ്തു വെറും തികച്ചും വ്യാജം പറയുന്ന ഒരു വ്യക്തിയാണെന്നാണോ നിങ്ങൾ അനുമാനിക്കുന്നത്? അതെന്താ അങ്ങനെ ചോദിച്ചത്? കാരണം യേശു ഇങ്ങനെയാണ് പറഞ്ഞത്, ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെ. ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ്. ദൈവത്തെ മാത്രം അറിഞ്ഞല്ല, ദൈവത്തെ അറിയണമെങ്കിൽ യേശുക്രിസ്തുവിനെ അറിയുന്നില്ല എങ്കിൽ ദൈവത്തെക്കുറിച്ച്, ഏക സത്യ ദൈവത്തെക്കുറിച്ച് നമുക്കറിയാനൊക്കത്തില്ല. യേശുക്രിസ്തു എന്ന് പറയുന്നത് സത്യദൈവത്തിന്റെ അവതാരമാണ്. മറ്റൊരു നിലയിലും ആ ദൈവത്തിന്റെ പൂർണ്ണ അവസ്ഥയെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടില്ല ഒരിടത്ത് പോലും. ഓക്കെ, യെരമ്യാ പ്രവചനം 10:10 ആദ്യ ഭാഗം, യെരമ്യാ 10:10 യഹോവയോ സത്യദൈവം, യഹോവ എന്ന് പറയാതെ യഹോവയോ എന്ന് പറഞ്ഞിരിക്കുന്നതിന് മുകളിൽ വിഗ്രഹങ്ങളുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ആ ഭാഗത്തേക്ക് പോകുന്നില്ല.
എന്നാൽ അതിന്റെ 10ാമത്തെ വാക്യത്തിൽ പറഞ്ഞ് യഹോവയോ സത്യദൈവം, അവൻ ജീവനുള്ള ദൈവം, അവൻ ശാശ്വത രാജാവുമാകുന്നു. അപ്പം സത്യദൈവം, ജീവനുള്ള ദൈവം, അവൻ ശാശ്വതമായ രാജാവ്. അവന്റെ രാജ്യത്വം ഒരു കാലയളവ് കഴിഞ്ഞതിന് ശേഷം അത് മാറിപ്പോവുകയില്ല. എന്നും എന്നേക്കും രാജാധിരാജാവ് ആയി സിംഹാസനത്തിൽ ഇരിക്കുന്നതായ കർത്താവാണ് നമ്മുടെ ദൈവമായ കർത്താവ്. യോഹന്നാൻ 14:9-10 വാക്യങ്ങളിൽ യേശു അവനോട്, അവൻ ഫിലിപ്പോസ് ആണ്. ഫിലിപ്പോസ് ചോദിച്ചു, പിതാവിനെ എനിക്ക് കാണിച്ചു തരണം. യേശു അവനോട് മറുപടി പറയുകയാണ്, ഞാൻ ഇത്രകാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറഞ്ഞത് എങ്ങനെ? 10ാമത്തെ വാക്യം, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവന്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് യേശുവിന്റെ സ്വന്തം അഭിപ്രായമല്ല. തൻ്റെ പിതാവ് തന്നിൽ വസിക്കുന്നുണ്ട്, താൻ പിതാവിലും ഏകനാണ്, ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നാം ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിച്ച് സുവിശേഷ വേലയ്ക്കായിട്ട് പോകുന്ന വേളയിൽ നമ്മോട് കൂടെ ആരുണ്ട്? യേശുണ്ട്. അതെങ്ങനെ അറിയാം? മത്തായി സുവിശേഷം 22 ഭാഗം എടുക്കണ്ട. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഏത് സമയത്താണ്? നമ്മൾ കർത്താവിന്റെ സുവിശേഷം പറയാൻ പോകുന്ന വേളയിൽ കർത്താവിന്റെ ദിവ്യ സാന്നിധ്യമുണ്ട്. അതെങ്ങനെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകുന്നത്? കർത്താവ് പോയില്ലയോ? കർത്താവ് പോയതിനു ശേഷം നമ്മോട് കൂടെ ഇരിക്കുവാൻ കൊണ്ട് ഒരു കാര്യസ്ഥൻ, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ അയച്ചു. ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ അധിവസിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിന്റെ സാന്നിധ്യമാണ്. അപ്പൊ നമ്മൾ സുവിശേഷം പറയുമ്പോൾ നമ്മോട് കൂടെ, കർത്താവ് എന്നോട് കൂടെ പോരണേന്ന് ഞാൻ പറയാറില്ല. കർത്താവ് എന്നോട് കൂടെ അവിടുത്തെ സാന്നിധ്യം ഉള്ളതിനാൽ സ്തോത്രം. കർത്താവ് കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് പോരണേ എന്ന് വിളിച്ചപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. കർത്താവെ എന്നോട് കൂടെ, ഞാൻ പോകുന്നത് അവിടുത്തെ നാമത്തിലാണ് പോകുന്നത്, എന്നോട് കൂടെ അവിടുത്തെ സാന്നിധ്യം ഉള്ളതിനാൽ സ്തോത്രം. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ആലോചന എനിക്ക് പറഞ്ഞു തരുന്നതിനാൽ സ്തോത്രം. അവിടെ ചെന്ന് പറയേണ്ടത് മാത്രം പറയുവാൻ, പറയരുതാത്ത ഒരു കാര്യവും പറയാതിരിക്കുവാൻ ഇടയാകണമേ. എൻ്റെ പ്രാർത്ഥനയുടെ പേഴ്സണലായിട്ട് പ്രാർത്ഥനയുടെ ഭാഗങ്ങളാണിത്. അപ്പൊ നമ്മൾ പോകുന്ന വേളയിൽ ആര് കൂടെയുണ്ട്? കർത്താവ് കൂടെയുണ്ട്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മോട് സാക്ഷ്യം പറയേണ്ടത് എന്താണെന്ന് പറഞ്ഞു തരും. ഒരു തിയോളജിക്കലായിട്ടുള്ള ഒരു കാര്യം ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് ലഭിച്ചത്, പഴയ നിയമത്തിൽ യഹോവ എന്ന് വിളിച്ചിരിക്കുന്ന പേര് പുതിയ നിയമത്തിൽ ഒരിക്കൽ പോലും ഒരിടത്ത് പോലും ഉപയോഗിക്കുന്നില്ല. അതിന്റെ കാരണം യേശു യഹോവയുടെ മനുഷ്യാവതാരമായതിനാലാണ്. പഴയ നിയമത്തിൽ യഹോവ എന്നുള്ളതായ പദപ്രയോഗം ധാരാളം ആവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ ഒരു സ്ഥലത്ത് പോലും യഹോവ എന്നുള്ളതായ പദപ്രയോഗം കാണുന്നില്ല. അല്ലെ, നിങ്ങൾ വീട്ടിൽ ചെന്ന് വേദസം വളരെ ശ്രദ്ധിച്ച് വായിച്ചു നോക്കണം. ഒറ്റയിടത്ത് പോലും കാണുന്നില്ല. കാരണം എന്താണെന്ന് അറിയാമോ? പഴയ നിയമത്തിലെ യഹോവ എന്നുള്ളതായ പദപ്രയോഗം പുതിയ നിയമത്തിൽ വരുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് കർത്താവ് എന്നുള്ളതായ പേരിലാണ്. അത് കർത്താവ് യേശു ക്രിസ്തുവിനെ കാണിക്കുന്നതാണ്. പഴയ നിയമത്തിൽ യഹോവ എന്ന വാക്കിന്റെ പുതിയ നിയമത്തിലെ ഉദ്ധരണികളെല്ലാം കർത്താവ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞു തന്നെ വീണ്ടും ആവർത്തിച്ചിരിക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാകുന്നു. ഇത് ഒരുപാട് പേർക്കും വിശ്വസിക്കാൻ കഴിയാത്തതായ കാര്യമാണ്. ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നില്ല. യഹോവ സാക്ഷികൾ യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുന്നില്ല. യഹോവ സാക്ഷികളുടെ സുവിശേഷം പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് ചെറിയ പിന്നീട് ഒരിക്കൽ ഞാൻ ഷെയർ ചെയ്യുന്ന കൾട്ട് ഗ്രൂപ്പുകാരുടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. യോഹന്നാൻ 8:58 യേശു പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, യഹൂദന്മാരോട് പറഞ്ഞ പ്രസ്താവനയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആമേൻ ആമേൻ. ഞാൻ വായിച്ചാട്ടെ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അടുത്ത വാക്യം. അപ്പോൾ അവർ അവനെ എറിവാൻ കല്ലെടുത്തു. യേശുവോ മറിഞ്ഞ് ദേവാലയം വിട്ടുപോയി. ഓക്കെ, എന്തിനായി അവർ കല്ലെടുത്ത് എറിയാൻ തുടങ്ങിയത്? എന്തെങ്കിലും വേണ്ടാത്ത അസഭ്യം വല്ലതും പറഞ്ഞു?
അസഭ്യം പറഞ്ഞുകൊണ്ടല്ല, അവൻ അതുകൊണ്ടാണ് യഹൂദന്മാർ പറയുന്നത് ഒരുവനെ ദൈവമാണ്, താൻ ദൈവമാണെന്ന് പറയുന്നത് ദൈവദൂഷണം പറയുക എന്ന് പറയും. ദൈവദൂഷണം പറയുന്നവരെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പഴയ നിയമ വ്യവസ്ഥ പ്രകാരം. അപ്പൊ ഇവിടെ നസ്രയനായ ഒരു തച്ചന്റെ മോന് ഇവിടെ വന്ന് പറഞ്ഞിരിക്കുന്നു, അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു എന്നല്ല പറഞ്ഞേക്കുന്നത്. വ്യാകരണ നിയമപ്രകാരം അത് തെറ്റാണ്. അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ ഉണ്ടെന്നല്ല പറഞ്ഞത്, അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു. എന്നാൽ യേശു പറഞ്ഞ അങ്ങനെയല്ല, അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ നോക്കുന്ന ട്രാൻസ്ലേഷൻ നോക്കുമ്പോൾ ബിഫോർ ഏബ്രഹാം വാസ് ഐ ആം. അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഐ ആം. ആരാണെന്ന് അറിയാമോ? ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ മോശയോട് പറഞ്ഞതായ അതേ ദൈവമാണ് ഞാനെന്നാണ് താൻ പറയുന്നത്. ഉടനെ തന്നെയാണ് അവർക്ക് മനസ്സിലായത് യവനെ മഹാകളിപ്പീരുകാരനാണ്, ഇവനെ കല്ലെറിഞ്ഞ് കൊന്നെങ്കിലേ ഒക്കത്തുള്ളൂ. കാരണം അവന്റെ സമയമാകാത്ത കാരണത്താൽ അവരുടെ ഇടയിൽ കൂടെ നടന്നു പോയെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ യേശു തന്നെ താനെ ക്ലെയിം, ചില ആൾക്കാർ പറയാണ്ട് യേശു ഒരിക്കലും ഞാൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ ഭാഗം ഓർത്തിരിക്കണം. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 58-ഉം 59-ഉം വാക്യം വായിച്ച് അതിന്റെ ഇതെല്ലാം നമുക്ക് കേൾക്കുന്ന ആൾക്കാരുടെ ചെന്ന് വിളമ്പാനൊക്കത്തില്ല. ഇത് നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ഒരു പഠനമാണ്. സുവിശേഷം പറയുമ്പോൾ നമ്മൾക്ക് ഉള്ളിൽ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ വിശദീകരിക്കുന്നേ ഉള്ളൂ. ഓക്കെ. യോഹന്നാൻ 1 മുതൽ 3 വരെ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, യാതൊരു വിധമായ സംശയവും വരാതെ വണ്ണം നിസ്തർക്കം വിശ്വസിക്കത്തക്ക നിലയിലാണ് യോഹന്നാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 1-ാമത്തെ വാക്യത്തിൽ ഈ ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ യഹോവ സാക്ഷിയുടെ ഒരു വേദസുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വചനം ഒരു ദൈവമായിരുന്നു എന്നാണ്. വചനം ഒരു ദൈവം. ഓക്കെ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ഒരു ദൈവമായിരുന്നു. ഞാൻ അവിടെ എനിക്കറിയാവുന്ന എൻ്റെ ബന്ധത്തിലുള്ള ഒരാൾ നേരത്തെ പെന്തക്കോസ്തിലായിരുന്നു. ആരോണ്ട് അവരെ വ്യക്തമായിട്ട് ദൈവത്തിൽ പഠിപ്പിക്കാത്ത കാരണത്താൽ യഹോവ സാക്ഷികൾ അവരെ സ്വാധീനപ്പെടുത്തി അവരെ യഹോവ സാക്ഷിയിലേക്ക് പോയി. ഞങ്ങൾ തമ്മിൽ വളരെ ഇതായിട്ട് നാട്ടിൽ പോകുന്ന സന്ദർഭത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്യും. വളരെ നല്ല ആളുകളാണ്. അവിടെ ഞാൻ ചോദിക്കുന്നത്, എത്ര ദൈവങ്ങളുണ്ട്? ഒരു ദൈവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുമ്പോൾ ഒരു ദൈവമാണെങ്കിൽ വേറൊരു ദൈവം ഉണ്ടല്ലോ. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അവരുടെ ട്രാൻസ്ലേഷൻ മൂലഭാഷയിൽ ഒരു ദൈവം എന്ന് പറയത്തക്ക നിലയിൽ ഒരു വാക്കേ ഉപയോഗിച്ചിട്ടില്ല, മനുഷ്യ കളിപ്പിക്കാൻ വേണ്ടി. കാരണം യേശുക്രിസ്തു ദൈവമല്ല എന്ന് സമർത്ഥിക്കുവാൻ വേണ്ടി അവരുപയോഗിക്കുന്ന ഒരു ട്രാൻസ്ലേഷനാണ്. അതൊക്കെ കേൾക്കുന്ന സന്ദർഭത്തിൽ വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ കേൾക്കുവാൻ. ഓക്കെ. അതുകൂടാതെ യോഹന്നാൻ 1:10 നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ 1:10 അവൻ യേശുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വായിച്ചാട്ടെ. അവൻ ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവൻ. മതി, പറയുന്ന വാക്യം മാത്രം മതി. യോഹന്നാൻ 1:10 പറഞ്ഞിരിക്കുന്നത് യേശു ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെട്ടു. അവൻ സൃഷ്ടിതാവായ ദൈവമാണ് എന്നുള്ളതായ സംഗതിയാണ്. വെളിപ്പാട് പുസ്തകം 4:11 വായിച്ചോട്ടെ. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങൾ ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതാണ് സകലവും സൃഷ്ടിച്ചതായ കർത്താവ്. അത് യേശുവിന്റെ ഇഷ്ടത്താൽ അതുണ്ടായതാണ്. അവനാണ് മഹത്വവും ബഹുമാനവും ശക്തിയും സകലതും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നേരത്തെ നേടിയതായ കിരീടങ്ങൾ പോലും സിംഹാസനത്തിന് മുമ്പ് ഇരിക്കുന്നവന്റെ മുമ്പിൽ വെച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര ആരാധനയ്ക്ക് ഏറ്റവും നമ്മൾക്ക് ഉത്സാഹം നൽകി തരുന്നൊരു വാക്യമാണ് വെളിപ്പാട് പുസ്തകം 4:11. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിലെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിനിധിയും
സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സദൃശ്യമായതും അദൃശ്യമായതും ദൃശ്യമായതും അദൃശ്യമായതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സകലത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. ഓക്കെ, ഇവിടെ മലയാളത്തിലെ പ്രതിമ എന്നുള്ളതായ പ്രതിമ ചേർത്താൽ നിൽക്കുന്നത് ദൈവത്തിന്റെ പ്രതിരൂപമാണ്, ദൈവത്തിന്റെ സാക്ഷാൽ പ്രതിരൂപമാണ്. അവിടെ സ്വർഗത്തിൽ പ്രതിമയൊന്നുമില്ല. അത് പരിഭാഷപ്പെടുത്തിയ ആൾക്കാര് പ്രതിമ ഉണ്ടാക്കി വെച്ചതാണ്, പ്രതിരൂപമാണ്. സർവസൃഷ്ടിക്കും ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ സകലത്തിനും ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള, അതായത് അവൻ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആദ്യജാതൻ എന്നുള്ള പദപ്രയോഗത്തിന് വളരെ സവിസ്തരം പഠിക്കുമ്പോൾ ആദ്യം ജനിച്ചോ എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞേക്കുന്നത്. ഹി ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓഫ് എവറിഥിങ്. അവൻ ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ്, അപ്പോസ്തലനായ യോഹന്നാൻ, അവരെല്ലാവരും ആവർത്തിച്ച് യേശുക്രിസ്തുവിന്റെ നിത്യനായ ദൈവം ആരാണ് എന്നുള്ളതായ സംഗതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവനാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ഹല്ലേലൂയ. യേശുക്രിസ്തു സാക്ഷാൽ ദൈവമെന്ന് അംഗീകരിക്കാത്തവൻ തന്റെ പാപത്തിൽ മരിക്കും. ഞാൻ യഹോവ സാക്ഷിക്കാരനൊക്കെ പറയുന്നത്, യേശുക്രിസ്തു ദൈവമാണെന്ന് നീ അംഗീകരിക്കുന്നില്ല എങ്കിൽ നീ നിന്റെ പാപത്തിൽ മരിക്കത്തേ ഉള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ സുവിശേഷം 8:24. ഇവിടെയും ട്രാൻസ്ലേഷന്റെ അല്പമായിട്ടുള്ള BSI എന്ന് പറഞ്ഞാൽ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ, NKJV എന്ന് പറഞ്ഞ ന്യൂ കിങ് ജെയിംസ് വേർഷൻ. Therefore I said to you that you will die in your sins, for if you do not believe that I am. അവിടെ ഹി എന്ന് പറഞ്ഞിരിക്കുന്നത് കിങ് ജെയിംസ് ബൈബിളിലോ ന്യൂ കിങ് ജെയിംസ് ബൈബിളിലോ നോക്കുമ്പോൾ അത് ഇറ്റാലിക്സിലാണ് ഇട്ടേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇറ്റാലിക്സിൽ ഒരു പദപ്രയോഗം ആഡ് ചെയ്തിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി, മൂലഭാഷയിൽ അവിടെ ആ വാക്ക് ഇല്ലാത്തതിനാൽ അതിന് അർത്ഥമുണ്ടാകത്തക്ക നിലയിൽ അത് ആഡ് ചെയ്തിരിക്കുന്ന ഒരു പദപ്രയോഗമാണ്. അതെന്തിനാണ് ആഡ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം. അപ്പോൾ യേശു അവരോട് പറഞ്ഞിരിക്കുന്നത്, ഞാനാകുന്നു എന്ന് നീ അറിയുന്നില്ല എങ്കിൽ, ഞാനാകുന്നവൻ ഞാനാകുന്നു ഇവിടെ നിൽക്കുന്നത് എന്ന് നീ അറിയുന്നില്ല, നിങ്ങൾ പാപത്തിൽ മരിക്കും. കാരണം യേശു ദൈവമല്ലെങ്കിൽ പാപത്തിന് ക്ഷമ കൊടുക്കാനൊക്കത്തില്ല. യേശുക്രിസ്തു ദൈവമായതിനാലാണ്, സാക്ഷാൽ ദൈവമായതിനാലാണ് പാപത്തിന് വേണ്ടി ക്ഷമ കൊടുക്കുവാനായിട്ട് കഴിയുന്നത്. മലയാളത്തില് ട്രാൻസ്ലേഷന് വലിയ കുഴപ്പമുണ്ടാകത്തക്ക നിലയിലുള്ള ട്രാൻസ്ലേഷനാണ്. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ എങ്ങനെയുള്ളവൻ എന്ന് വിശ്വസിക്കാത്താൽ, ഞാൻ എങ്ങനെയുള്ളവനല്ല, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് വിശ്വസിക്കാഞ്ഞാൽ എന്ന് വേണമായിരുന്നു കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നെങ്കിൽ. കാരണം യേശുക്രിസ്തു ദൈവമാണ്, സാക്ഷാൽ ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. ഓക്കെ, എൻ്റെ ട്രാൻസ്ലേഷനാണ്, എൻ്റെ പേഴ്സണൽ ചോയ്സ് ഓഫ് വേർഡ്സ് ആണ്. 8:24 GB എന്ന് പറഞ്ഞ ബ്രാക്കറ്റിൽ ഇട്ടേക്കുന്നത്. ആയാൽ നിങ്ങളുടെ പാപങ്ങൾ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, കാരണം ഞാനാകുന്നു എന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ മരിക്കും എന്ന് യേശു പറഞ്ഞു. അതാണ് അതിൻ്റെ അർത്ഥ വ്യക്തതയ്ക്ക് വേണ്ടി ഞാനത് അവിടെ എഴുതി തന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം യേശുക്രിസ്തുവിനെ മഹാദൈവം, ഇതും ഈ യഹോവ സാക്ഷിയെടുക്കുക മറ്റും സുവിശേഷം പറയാൻ പോകുന്നതിന് ഈ വാക്യങ്ങൾ വ്യക്തമായിട്ട് ഓർത്തിരുന്നോണം. തീത്തോസ് 2:12 പറഞ്ഞിരിക്കുന്നത്, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയായി കാത്തുകൊണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് മഹാദൈവമെന്നാണ്. അവൻ നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവാണ്. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ മഹാദൈവമായ കർത്താവായ യേശുക്രിസ്തുവാണ്. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ 45:21 പറഞ്ഞിരിക്കുന്നത്, യഹോവയായ ഞാനല്ലയോ, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഏക സത്യ ദൈവമായ നിന്നെയും
നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും വിശ്വസിക്കുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാനല്ലാതെ നീതിമാനായ ഒരു ദൈവവും രക്ഷകനുമില്ല. ഇപ്പം യഹോവ സാക്ഷിയോടൊക്കെ ചോദിക്കണം, എത്ര രക്ഷകന്മാരാ ഉള്ളത്? പഴയ നിയമത്തിൽ ഒരു രക്ഷകനുണ്ടോ? പുതിയ നിയമത്തിൽ വേറൊരു രക്ഷകനുണ്ടോ? ഒറ്റ രക്ഷകൻ മാത്രമേ ഉള്ളൂ. ആ രക്ഷകൻ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതായ ആ ദൈവം സാക്ഷാൽ ആളത്വമായിട്ട് നമ്മുടെ മുമ്പിൽ മനുഷ്യനായിട്ടാണ് അവതരിച്ച് നമുക്ക് പകരമായിട്ട്, നമുക്ക് പ്രായശ്ചിത്തമായിട്ട് കാൽവരി ക്രൂശിൽ മരിച്ചു. അവൻ വിശ്വസിക്കുക മാത്രമേ ഉള്ളൂ രക്ഷ, നിത്യജീവൻ എന്ന് നാം മറ്റുള്ളവരോട് പറയുവാൻ തക്കണം നാം ഉത്സാഹം കാണിക്കണം. നമ്മുടെ സമയം ഇനി ഒരു മിനിറ്റേ ഉള്ളൂ. ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് ഞാൻ പോകുന്നില്ല. തുടർന്നും ഈ ഭാഗത്ത് നിന്ന് നമ്മൾ തുടങ്ങുന്നതായിരിക്കും. ഞാൻ എന്തിനാണ് ഇത്ര വിശദീകരണം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചെന്ന് സുവിശേഷം പറയുമ്പോൾ ഇതെല്ലാം നമുക്ക് പറയാനുള്ള സാവകാശം കാണത്തില്ല. പക്ഷെ ഒരു ചോദ്യം വന്നാൽ, ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറയുവാൻ തക്കണം നിങ്ങളെ എക്വിപ്പ് ചെയ്യുക. ഞാൻ പറഞ്ഞാൽ എൻ്റെ ഗോൾസ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരെ എക്വിപ്പ് ചെയ്യുക, അതോടൊപ്പം തന്നെ അവരെ എനർജൈസ് ചെയ്യുക. കർത്താവിൻ്റെ സുവിശേഷം മറ്റുള്ളവർ പറയുവാൻ തക്കണം. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇന്ന് രാത്രിയിൽ ദൈവവചനം പഠിപ്പിച്ച കർത്താവിൻ്റെ ദാസനോട് അഗാപ്പെ ഓൺലൈൻ ബൈബിൾ കോളേജിന്റെ പേരിലുള്ള സ്റ്റുഡൻസിന്റെ പേരിലുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം തന്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് സഹായിച്ചാൽ നാളെ വൈകിട്ട് നമ്മുടെ ക്ലാസ് തുടരുന്നതാണ്. നാളെ വൈകിട്ട് തിയോളജി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മാത്യു പി തോമസ് എടുക്കുന്നതായിരിക്കും. നാളെ വൈകിട്ടും എല്ലാവരും ജോയിൻ ചെയ്യുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ, ആർക്കും സംശയമൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിൽ പിരിയാം. ഇപ്പോൾ അവസാനമായി കർത്താവിൻ്റെ ആരാണ് ബ്രദർ കിരൺ പ്രാർത്ഥിച്ചാട്ട്. അവസാനമായി കിരൺ പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, പരിശുദ്ധമേ, സ്വർഗസ്ഥനായ പിതാവേ, ഇന്ന് കർത്താവേ രാത്രിയിൽ ദൈവത്തിന്റെ വചനം കർത്താവേ ആഴത്തിൽ ചിന്തിക്കുവാനും പഠിക്കുവാനും കർത്താവ് സാഹചര്യാവകാശം ഒരുക്കിയ കൃപയ്ക്ക് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവ്. സുവിശേഷീകരണത്തെ കുറിച്ച് ആഴത്തിൽ പഠിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു കൃപയ്ക്ക് നന്ദി പറയുകയാണ് കർത്താവേ. അതിനായി കർത്താവിന്റെ ദാസനെ ദൈവം ഉപയോഗിച്ച് കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ, അനേക ഇടങ്ങളിൽ കർത്താവിനെ അറിയാത്ത അനേകർ ഇപ്പോഴും ഉണ്ടല്ലോ കർത്താവ്. അവരൊക്കെ രക്ഷയിലേക്ക് വരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങളിലൂടെ ദൈവമേ പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവം കണ്ടിട്ടുള്ള ഓരോ വ്യക്തികളും ദൈവരാജ്യത്തിന് അവകാശികളായി തീരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്ന കർത്താവേ. ഇന്ന് രാത്രികാലം പഠിച്ച വചനം ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് സംഹരിക്കുവാനും കർത്താവ് അത് 100 മേനി കർത്താവ് ഫലം കായ്ക്കുവാനും ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അഗാപ്പെ ബൈബിൾ കോളേജിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ ഹല്ലേലൂയ എല്ലാ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സകല ദൈവദാസന്മാരെയും സകല കർത്താവെ ഹല്ലേലൂയ മേഖലകളെ ദൈവം അനുഗ്രഹിക്കുമാറാകണം, പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഇതിനകത്ത് കർത്താവ് ജോയിൻ ചെയ്തിട്ടുള്ള ഓരോ വ്യക്തികളെ ദൈവം സഹായിക്കുമാറാകണമേ. വലിയ സുവിശേഷീകരണത്തിനായി അവരെ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയെ സമർപ്പിക്കുകയാണ്. രാത്രി ഒരു ഭാഷ കൂടെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവ് സകലമാനവും പൂഴ്ചയും കർത്താവ് യേശുവിന് അർപ്പിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു കിരൺ. പാസ്റ്റർ ജോർജ് വർഗീസ് ആശീർവാദം പറഞ്ഞാട്ടെ. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്ത പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ സംസർഗവും സഹവാസവും വചനം കേട്ടുള്ളതായ എല്ലാ ദൈവ മക്കളോടും ഇവിടെ നേതൃത്വത്തിരിക്കുന്ന ദേവദാസന്മാരോടും കൂടെ ഇന്നും എന്തേക്കും കർത്താവിന്റെ നാൾ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു മുഖാന്തരം നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. ആമേൻ. എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും നന്ദി. ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യുവാനുണ്ടെങ്കിൽ അവരെ ജോയിൻ ചെയ്യിപ്പിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്ന് നമ്മുടെ യൂട്യൂബ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് വരുന്ന ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും നന്ദി. താങ്ക് യു. താങ്ക് യു പാസ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു.